ശരീരത്തിന് ഉറക്കം വേണ്ടതിൻ്റെ പ്രാധാന്യം എത്രത്തോളമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ദിവസത്തിൽ 7 മുതൽ 9 മണിക്കൂർ വരെ ഉറങ്ങണമെന്നാണ് ആരോഗ്യ വിദഗ്ധർ നിർദ്ദേശിക്കുന്നത്. നല്ല ഉറക്കം ഓർമ്മശക്തിയും ഹൃദയാരോഗ്യവും ഹോർമോണുകളുടെ സന്തുലനവും മെച്ചപ്പെടുത്തുന്നു. എന്നാൽ ഉറക്കം കൂടിപ്പോയാലോ? ഒരുപാട് നേരം ഉറങ്ങി എഴുന്നേറ്റ ശേഷം ക്ഷീണവും തലവേദനയും മാറുന്നില്ലെന്ന് ചിലർ പരാതി പറഞ്ഞു കേട്ടിട്ടില്ലേ? എഴുന്നേറ്റാലും ഊർജം തോന്നാതിരിക്കുക, അടിക്കടിയുള്ള മൂഡ് മാറ്റം, എഴുന്നേറ്റാലും എഴുന്നേൽക്കാൻ കഴിയാത്ത അവസ്ഥ എന്നിവയും അമിതമായി ഉറങ്ങുന്നത് കൊണ്ട് ഉണ്ടാകാം. 24 മണിക്കൂറിൽ 9 മണിക്കൂറിൽ കൂടുതൽ സമയം ഉറങ്ങുന്നതിനെയാണ് അമിതമുറക്കം അഥവാ ഓവർ സ്ലീപ്പിംഗ് എന്ന് വിളിക്കുന്നത്. എന്നാൽ ദീർഘയാത്രയ്ക്ക് ശേഷം യാത്രാക്ഷീണത്തെ തുടർന്ന് കൂടുതൽ നേരം ഉറങ്ങുന്നതും സമ്മർദ്ദം നിറഞ്ഞ ജോലിക്കിടെ കിട്ടുന്ന ഒഴിവ് ദിവസം അധിക നേരം ഉറങ്ങുന്നതുമൊക്കെ ഇതിൽ നിന്ന് മാറ്റി നിർത്താം. ഇനി അമിതമായി ഉറങ്ങാനുള്ള കാരണം എന്താണെന്ന് നോക്കിയാൽ, ചില മരുന്നുകൾ കഴിക്കുന്നതിൻ്റെ ഫലമായോ സൈക്രാട്രിക് അല്ലെങ്കിൽ ന്യൂറോളജിക്കൽ വൈകല്യം കാരണമോ ഉറക്കം 9 മണിക്കൂറിൽ കൂടുതലാകാറുണ്ട്. ഇല്ലെങ്കിൽ ഇതൊരു ഉറക്ക വൈകല്യമായിരിക്കാം. പൊണ്ണത്തടി, ഹൃദ്രോഗം, പ്രമേഹം, ഹൈപ്പർ തൈറോയിഡിസം, വിഷാദം, ഉത്കണ്ഠ, ഉറക്ക വൈകല്യം, വിട്ടുമാറാത്ത വേദന എന്നിവ അമിത ഉറക്കത്തിലേക്ക് നയിക്കുന്നു. നീണ്ട സമയം ഉറങ്ങുന്നത് ഹൃദ്രോഗത്തെ തുടർന്നുള്ള മരണസാധ്യത വർദ്ധിപ്പിക്കുമെന്ന് അടുത്തിടെ പുറത്തിറക്കിയ ഒരു പഠനത്തിൽ കണ്ടെത്തിയിരുന്നു. എന്നാൽ ജനസംഖ്യയിൽ ഏതാണ്ട് 2% ആളുകൾ 10 മുതൽ 12 മണിക്കൂർ വരെ ഉറങ്ങുന്നത് സാധാരണമാണ്. ഇത്തരക്കാരെ ലോങ് സ്ലീപ്പേഴ്സ് എന്നാണ് വിളിക്കുന്നത്. ഇത്തരക്കാർക്ക് 7 മുതൽ 9 മണിക്കൂർ വരെയുള്ള ഉറക്കം മതിയായെന്ന് വരില്ല. 10 മുതൽ 12 മണിക്കൂർ വരെയുള്ള നീണ്ട ഉറക്കത്തിന് ശേഷം ഉന്മേഷത്തോടെ ഉറക്കം പൂർണ്ണമായെന്ന തോന്നലോടെയാണ് നിങ്ങൾ എഴുന്നേൽക്കുന്നതെങ്കിൽ നിങ്ങൾ ലോങ് സ്ലീപ്പേഴ്സ് ആണ്. എന്നാൽ മറിച്ചാണെങ്കിൽ അത് തീർച്ചയായും പരിശോധിക്കേണ്ടതുണ്ട്. അമിതമായി ഉറങ്ങുന്നത് ക്ഷീണം, ഊർജ്ജമില്ലായ്മ, പ്രതിരോധശേഷി കുറയ്ക്കുക, പെരുമാറ്റത്തിൽ മാറ്റം, പൊണ്ണത്തടി, പ്രമേഹം, ഹൃദ്രോഗം തുടങ്ങിയവയുടെ സാധ്യത വർദ്ധിപ്പിക്കുമെന്നും അത് ജീവൻ തന്നെ അപഹരിച്ചേക്കാമെന്നും ആരോഗ്യ വിദഗ്ധർ പറയുന്നു.